ആ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അദ്ദേഹം നിലപാട് എന്താണ് എന്ന് അതിനകത്ത് പ്രതിനിധിസഭാ യോഗം നടക്കുന്ന ഹാളിൻ്റെ ഉള്ളിൽ അദ്ദേഹം അത് വ്യക്തമാക്കുകയും ചെയ്തു. ഏതോ ഒരു കുടുംബത്തിലെ 4 നായന്മാർ NSS നിന്ന് രാജിവെച്ചു. അപ്പോൾ ആര് ചോദിച്ചാൽ അവർക്ക് പോയി, അല്ല നമുക്കെന്താ? ഇപ്പോൾ ചങ്ങനാശ്ശേരിയിലുള്ള 4 നായന്മാർ, ഒരു കുടുംബത്തിലെ 4 നായന്മാർ NSS നിന്ന് രാജിവെച്ചു എന്ന് TV എഴുതി കാണിച്ചാൽ അതിൻ്റെ അർത്ഥം കേരളത്തിലുള്ള മുഴുവൻ നായന്മാരും NSS നിന്ന് രാജിവെക്കുമെന്നാണോ? അല്ല, അവർക്ക് എന്തോ ആവശ്യം. അവരാരാന്ന് ആ പേപ്പറിൽ വന്നപ്പോഴാണ് അവരെ പറ്റി അറിഞ്ഞത് തന്നെ. TV പറഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു കുടുംബം ഉണ്ടെന്നും അവർ 4 പേര് നായന്മാരായിരുന്നും അവർ രാജിവെച്ചെന്ന്. അത് ജനറൽ സെക്രട്ടറിയോടല്ല, അത് അവർ NSSനെതിരാണ്. പത്തനംതിട്ടയിൽ ഫ്ലെക്സ് ബോർഡ് വെച്ചു. ഈ പത്തനംതിട്ടയിലാണല്ലോ NSSനെതിരായിട്ടുള്ള കേസുകളെല്ലാം. പത്തനംതിട്ട ജില്ലയിൽ നിന്നാണല്ലോ NSS നായർ സർവീസ് സൊസൈറ്റിയെ നശിപ്പിക്കാനുള്ള എല്ലാ കേസുകളും വ്യവഹാരങ്ങളും ഒരുങ്ങുന്നതും വരുന്നതും പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. പണം ചെലവാക്കുന്നതും പ്രവർത്തിക്കുന്നതും കോടതികളിൽ കള്ളക്കേസ് കൊടുക്കുന്നതും എല്ലാം പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. അപ്പോൾ അവിടെ ഒരു ഫ്ലെക്സ് ബോർഡ് 250 രൂപ കൊടുത്ത് ഏത് അലവിലാതിക്ക് ഒരു ഫ്ലെക്സ് ബോർഡ് അടിക്കാം, ആരുടെ പേരും എഴുതാം.